ഇനിയിപ്പോൾ ലോകത്തുള്ള അവശേഷിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികൾക്ക് ആകെ ശരണം അമ്പും വില്ലും മാത്രമാണ്. ആശയവിനിമയത്തിന് വല്ല പ്രാവിനെയോ കാക്കയെയോ ഉപയോഗിക്കുക. ഒറ്റ വർഷം കൊണ്ട് ഇസ്ലാമിക ഭീകരരെ തീവ്രവാദികളെ 6-ാം നൂറ്റാണ്ടിലേക്ക് ഇസ്രായേൽ എത്തിച്ചു എന്ന് വേണം പറയാൻ. കുടിക്കുന്ന വെള്ളത്തെ പോലും വിശ്വസിക്കാൻ ഭയന്ന് നീറി കഴിയേണ്ടി വരുന്ന ഇസ്ലാമിക ഭീകരവാദികളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇസ്രായേലിനെ പേടിച്ച് മൊബൈലും ടാബും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ തന്നെയും ഉപേക്ഷിച്ച് പകരം ലോകം മുഴുവൻ ഉപേക്ഷിച്ച പേജറുകൾ വഴി ഭീകരപ്രവർത്തനം ആസൂത്രണം ചെയ്ത ഇസ്ലാമിക ഭീകരരെ തീവ്രവാദികളെ എത്ര വിദഗ്ധമായാണ് ഇസ്രായേൽ ഉന്മൂലനം ചെയ്തത്. തായ്വാൻ ആസ്ഥാനമായുള്ള ഗോൾഡ് അപ്പോളോ നിർമ്മിച്ച 5000 പേജറുകളാണ് ഹിസ്ബുള്ള തീവ്രവാദികൾ ഓർഡർ ചെയ്തത്. ഈ പേജറുകൾക്കുള്ളിലാണ് സ്ഫോടക വസ്തു ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ഒളിപ്പിച്ചത്. ഒറ്റ ക്ലിക്കിൽ 3000-ലധികം ഇസ്ലാമിക തീവ്രവാദികൾ തവിട് പൊടി. എന്നാലും ഹൂറികളുടെ അടുത്ത് എത്തിയാലും കാര്യമില്ല എന്ന അവസ്ഥയിൽ ആക്കിയല്ലോ നാഥ. തീവ്രവാദികളുടെ പാന്റിന്റെ പോക്കറ്റിൽ കിടന്ന പേജറുകളാണ് പൊട്ടിത്തെറിച്ചത്. മെയിൻ ആയുധം പൊട്ടിച്ചെതറിപ്പോയി. പേജർ പൊട്ടിത്തെറിച്ച് മരിച്ചുപോയവരുടെ ശവസംസ്കാരത്തിന് പോയപ്പോ ഇന്നലെ വാക്കി ടോക്കിയും പൊട്ടിത്തെറിച്ചു. മൊബൈൽ ഫോണും കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും ജൂതന്മാരുടെ കണ്ടുപിടുത്തമാണ്. ഇസ്രായേൽ പൗരന്മാരെ ആക്രമിച്ചിട്ട് ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും ഇസ്രായേൽ അവരെ കണ്ടെത്തി ഉന്മൂലനം ചെയ്തിരിക്കും. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതം എന്ന് ഇസ്ലാമിക തീവ്രവാദികൾ കരുതിയ ഇറാനിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ഇറാന്റെ ആത്മീയ നേതാവായ തീവ്രവാദിക്ക് ഉണ്ടായിരുന്ന അതേ സുരക്ഷാ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ഹമാസ് തീവ്രവാദി സംഘടനാ നേതാവ് ഇസ്മായിൽ ഹനിയയെ പൂപറിക്കുന്ന ലാഘവത്തോടെയാണ് ഇറാനിൽ കയറി ഇസ്രായേൽ തീർത്തു കളഞ്ഞത്. ഹമാസിന്റെ തലമുതിർന്ന തീവ്രവാദിയെ ഇറാനിൽ കയറി ഇസ്രായേൽ പണിതിട്ട് മാസം 2 കഴിഞ്ഞു. ഇസ്രായേലിനെ ഇപ്പോൾ തീർത്തു കളയും എന്നൊക്കെ പറഞ്ഞ് ഇറാനും ലോകത്തുള്ള സകല ഇസ്ലാമിക തീവ്രവാദികളും തള്ളാൻ തുടങ്ങിയിട്ട് നാളുകൾ ഒത്തിരിയായി. ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കറ്റയും വന്നില്ല. ഇസ്രായേലിനെ ചൊറിഞ്ഞാൽ തവിട് പൊടിയാകുമെന്ന് ഇറാൻ അറിയാം. ഇപ്പോഴത്തെ ഇസ്രായേൽ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു ഇസ്ലാമിക തീവ്രവാദി സംഘടനയെ മുഴുവൻ ഒറ്റ മണിക്കൂർ കൊണ്ട് നശിപ്പിച്ചിരിക്കുന്നു. ഇപ്പോൾ എന്ത് മനസ്സിലായി? 6-ാം നൂറ്റാണ്ടിലെ ബുദ്ധിയും കൊണ്ട് ജൂതന്റെ അടുക്കൽ യുദ്ധത്തിന് പോകരുത്. വെറുതെ കുറെ ജനസംഖ്യ കൂട്ടിയത് കൊണ്ട് കാര്യമില്ല. ഉള്ളത് വളരെ കുറവാണെങ്കിലും ക്വാളിറ്റിയിലാണ് കാര്യം. 1000 ഇസ്ലാമിക തീവ്രവാദികൾക്ക് അര ജൂതൻ പോലും വേണ്ട എന്നും മനസ്സിലായില്ലേ? ഇസ്രായേലിനെ ഇപ്പോൾ തീർത്തു കളയുമെന്നൊക്കെ ഫേസ്ബുക്കിലൂടെയും മറ്റും തള്ളുന്നവന്മാർ ഓർത്തോ? പേജറിൽ കയറി പണി കൊടുക്കാമെങ്കിൽ ജൂതന്റെ സ്വന്തം ഉൽപ്പന്നമായ ഫേസ്ബുക്ക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴിയും മൊബൈൽ ഫോൺ വഴിയുമൊക്കെ അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഏറ്റവും ക്രൂരമായ കാര്യം, തീവ്രവാദികളുടെ പേജറിൽ അവസാനം വന്ന മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടി 72 ഹൂറിമാര് കാത്തിരിക്കുന്നു എന്നായിരുന്നു. മെസ്സേജ് വായിച്ച് കോൾമയർ കൊണ്ട സന്തോഷത്തോടെ പേജർ പാന്റിന്റെ പോക്കറ്റിൽ ഇട്ടതും ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്കിനി ഒരൊറ്റ വഴിയേ ഉള്ളൂ. 6-ാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോവുക. അമ്പും വില്ലും ആയുധമാക്കുക. ആശയവിനിമയത്തിന് വല്ല പ്രാവിനെയോ കാക്കയെയോ ഉപയോഗിക്കുക. ഈ ഗെയിം ഓഫ് ത്രോൺസിലെ റേവൻസിനെയൊക്കെ വിടത്തില്ലേ, അതേപോലെ. അല്ലാതെ വേറെ വഴിയില്ല. കുറെ ആളുകൾ മരിച്ചപ്പോൾ സന്തോഷിക്കുന്നത് എന്തിനെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ തീവ്രവാദികൾ കാരണം ജീവനും ജീവിതവും നഷ്ടപ്പെട്ട് നരകിക്കുന്ന സാധാരണക്കാരെ കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. അവരൊക്കെ ചെയ്ത തെറ്റെന്താണ്? മറ്റൊരു മതത്തിൽ ജനിച്ചു പോയത്. ഉന്നയിപ്പോലൊരുവൻ എന്ന സിനിമയിൽ കമലഹാസൻ പറയുന്നത് പോലെ തീവ്രവാദത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ഏക ആയുധം തീവ്രവാദം മാത്രമാണ്. ഇസ്രായേലിന് കിട്ടുന്ന കയ്യടികളും അതുകൊണ്ടാണ്. മതഭ്രാന്ത് പിടിച്ച തീവ്രവാദികൾ പൊട്ടിത്തെറിച്ച് മരിക്കുമ്പോൾ കണ്ണുനീർ വാർക്കുന്നവരുടെ ഉള്ളിൽ എന്താണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും. അത്തരക്കാരോട് കണ്ടറിഞ്ഞു നിൽക്കുക. എന്തിനോടും തീവ്ര ചിന്തയുള്ള ആരുടെയും ഉള്ളിൽ മനുഷ്യത്വം ഉണ്ടാകില്ല എന്നതല്ലേ സത്യം.